അനുഭവങ്ങളും നാടൻ രുചിയിലേക്കും വീണ്ടും എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞങ്ങൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ബർഫിയാണ്. കടലപ്പൊടി കൊണ്ട് എങ്ങനെ ബർഫി ഉണ്ടാക്കാം എന്ന് നമുക്കൊന്ന് നോക്കാം. ഒരു ചെരുവത്തിലേക്ക് ആദ്യം തന്നെ നമുക്ക് കടലപ്പൊടി ഇടാം. ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 1/2 kg അത്ര കടലപ്പൊടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 കപ്പ് പാല് വെള്ളം ചേർത്ത് മിക്സ് ആക്കിയതാണ്. ഇതിനെ നമുക്കൊന്ന് മിക്സ് ആക്കണം. ഇതിലേക്ക് ഒരു കുറച്ച് ഉപ്പുപൊടി നമുക്ക് ചേർത്ത് കൊടുക്കണം. ഇതുണ്ടോ, ഈ പരുവത്തിൽ വേണം നമുക്കിതിനെ തയ്യാറാക്കാൻ വേണ്ടി. അധികം വെള്ളം ആകാനും പാടില്ല, ഇത്രയാകാം. ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് പശു നെയ്യ് കൂടി ഒഴിച്ചു കൊടുക്കണം. ഇത്ര ഒരു 2 സ്പൂണിൻ്റെ അത്ര പശു നെയ്യ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നെയ്യൊന്ന് ചൂടായി വരണം. പശു നെയ്യ് നല്ലവണ്ണം ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിനി ഈ മാവിനെ അതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കണം. ഇത് നല്ലവണ്ണം ഒന്ന് പാനിൽ നിന്നൊക്കെ ഒന്ന് വിട്ടു വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഒരു 1/2 കപ്പ് റവ ഇട്ട് കൊടുക്കാം. ഇതിനെ നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കണം. റവയായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് ഒന്ന് മാറ്റി വെക്കാം. വേറൊരു പാൻ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് പഞ്ചസാര, 1 കപ്പിൻ്റെ അത്ര പഞ്ചസാര ഇട്ട് കൊടുത്തു. ഒരു 1/4 കപ്പ് വെള്ളവും ഒഴിച്ചു കൊടുക്കാം. ഈ പഞ്ചസാര നല്ലവണ്ണം ഒന്ന് തിളച്ച് വരണം. നല്ലവണ്ണം തിളച്ച് വന്നിട്ടുണ്ട്. നമ്മൾക്ക് അതിലേക്ക് ഒരു സ്പൂൺ ഇത്ര പാൽപ്പൊടി ഇട്ട് കൊടുത്ത് നല്ലവണ്ണം ഒന്ന് ഇളക്കി മിക്സാക്കി. ഇത് നല്ലവണ്ണം ഒന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ എടുത്ത് വെച്ചിരിക്കുന്ന മാവിലേക്കൊന്ന് മിക്സാക്കാം. ഇനി നമുക്ക് ഇതിനെ നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കണം. ഇത് നല്ലോണം ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. കുറച്ച് നെയ്യ് ഞാൻ തൂത്തിട്ടുണ്ട്. അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ബദാമും അണ്ടിപ്പരിപ്പും നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഈ മാവിനെ കുറച്ച് നമുക്കിതിലേക്കൊന്ന് ഇടണം. നമ്മുടെ ബർഫി ഇവിടെ ശരിയായിട്ടുണ്ട്. ഇതിനെ ഒരു 10 മിനിറ്റ് നമുക്ക് ഇങ്ങനെ വെക്കാം. ഓരോ കഷ്ണം എടുത്തിട്ട് നമ്മൾക്ക് എല്ലാവർക്കും ഈ രൂപത്തിലുണ്ടാവും. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കട്ടെ. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, മറക്കല്ലേ. വീണ്ടും കാണാമെന്ന് നിങ്ങളുടെ തുളസി ആൻഡ് പൂജ. ഓക്കെ, ബൈ ബൈ.